യുദ്ധപ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തയ്യാറായി US സൈന്യം. പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള സംഘർഷത്തിൽ 2 ആഴ്ചത്തേക്ക് ഇരട്ട വശങ്ങളുള്ള വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം ഉത്തരവിട്ടാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ യുദ്ധപ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അമേരിക്കൻ സേന തയ്യാറാണെന്ന് US ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ബുധനാഴ്ച പ്രസ്താവിച്ചു. ഇത് വെടിനിർത്തലിന്റെ താൽക്കാലിക സ്വഭാവം എടുത്തു കാണിക്കുകയാണ്. US യുദ്ധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനൊപ്പം പെന്റഗണിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വെടിനിർത്തൽ ഒരു താൽക്കാലിക വിരാമം മാത്രമാണെന്ന് ജനറൽ കെയ്ൻ പ്രസ്താവിച്ചു. ഫെബ്രുവരി 28 മുതൽ ഇറാനെതിരായ US ഓപ്പറേഷനുകളിൽ പ്രദർശിപ്പിച്ചതുപോലെ അതേ വേഗതയിലും കൃത്യതയിലും പോരാട്ട പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സംയുക്ത സേന തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി. നമുക്ക് വ്യക്തമായി പറയാം, വെടിനിർത്തൽ ഒരു താൽക്കാലിക വിരാമമാണ്. കഴിഞ്ഞ 38 ദിവസമായി ഞങ്ങൾ പ്രകടിപ്പിച്ച അതേ വേഗതയിലും കൃത്യതയിലും പോരാട്ട പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ഉത്തരവിട്ടാൽ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ സംയുക്ത സേന തയ്യാറായിരിക്കും. അങ്ങനെയാകില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സംയുക്ത സേനയിലെ 13 സൈനികരെ പരാമർശിച്ചുകൊണ്ട് ഓപ്പറേഷനിൽ ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ട US ഉദ്യോഗസ്ഥർക്ക് ജനറൽ കെയ്ൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. ഈ ഓപ്പറേഷനിൽ ഇതുവരെ കൊല്ലപ്പെട്ട നമ്മുടെ അമേരിക്കൻ സംയുക്ത സേനയിലെ 13 അംഗങ്ങളെ ആദരിച്ചുകൊണ്ട് ഈ രാവിലെ ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ത്യാഗം ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഞങ്ങൾ നന്ദിയുള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച നേരത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ബോംബിങ്ങും ആക്രമണവും എന്ന പ്രചാരണം താൽക്കാലികമായി നിർത്തിവെച്ചു. 2 ആഴ്ച ഇരട്ട വശങ്ങളുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഇറാനിൽ നിന്നുള്ള 10 പോയിന്റ് നിർദ്ദേശം പ്രായോഗികമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ 10 പോയിന്റുകളുള്ള നിർദ്ദേശം ഒരു സ്ഥിരമായ കരാറിനുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനമാകുമെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം US അതിന്റെ സൈനിക ലക്ഷ്യങ്ങളിൽ ഭൂരിഭാഗവും നേടിയിട്ടുണ്ടെന്ന് ആവർത്തിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ഫീൽഡ് മാർഷൽ അസിം മുനീറുമായുള്ള സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി ഇറാനിലേക്ക് അയക്കുന്ന വിനാശകരമായ സേനയെ തടഞ്ഞുവെക്കണമെന്ന് അവർ എന്നോട് അഭ്യർത്ഥിച്ചു. കൂടാതെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഉടനടിയും സുരക്ഷിതമായും തുറക്കുന്നതിന് സമ്മതിച്ചാൽ ഇറാനെതിരായ ബോംബാക്രമണവും 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഞാൻ സമ്മതിക്കുന്നു. ഇരട്ട വശങ്ങളുള്ള സീസഫയർ ആയിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഞങ്ങൾ ഇതിനകം തന്നെ എല്ലാ സൈനിക ലക്ഷ്യങ്ങളും കൈവരിക്കുകയും മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇറാനുമായുള്ള ദീർഘകാല സമാധാനം, മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്നിവ സംബന്ധിച്ച ഒരു നിർണായക കരാറുമായി വളരെയധികം മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഇറാനിൽ നിന്നും ഞങ്ങൾക്ക് 10 പോയിന്റ് നിർദ്ദേശം ലഭിച്ചു. ചർച്ചകൾക്ക് അത് പ്രായോഗികമായ ഒരു അടിസ്ഥാനമാണെന്ന് വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻകാല തർക്കങ്ങളിലെ മിക്കവാറും എല്ലാ വിഷയങ്ങളിലും ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും ഈ നീട്ടൽ ഒരു സ്ഥിരമായ കരാറിന് അന്തിമ രൂപം നൽകുന്നതിന് സമയം നൽകുമെന്നും ട്രംപ് പറഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിൽ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ തർക്ക വിഷയങ്ങളിലും ധാരണയിലെത്തിയിട്ടുണ്ട്. എന്നാൽ 2 ആഴ്ചത്തെ കാലയളവ് കരാർ അന്തിമമാക്കാനും പൂർത്തീകരിക്കാനും അനുവദിക്കും. പ്രസിഡന്റ് എന്ന നിലയിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനാലും അമേരിക്കൻ ഐക്യനാടുകളെ പ്രതിനിധീകരിച്ച് ഈ ദീർഘകാല പ്രശ്നം പരിഹാരത്തിലേക്ക് അടുക്കുന്നതൊരു ബഹുമതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.